ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ദോശയുടെ റെസിപ്പിയാണ്. ഞങ്ങളിവിടെ തൊട്ടടുത്ത് മമ്മീസ് ഉളുപ്പി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ പോകുമ്പോൾ സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്ന ഒരു ദോശയാണ് മഷ്റൂം മസാല ദോശ. അപ്പോൾ അതെങ്ങനെ വീട്ടിൽ നമുക്ക് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. വരൂ. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. സവാള, തക്കാളി, പിന്നെ മെയിൻ സാധനം മഷ്റൂം, പിന്നെ ഇച്ചിരി കറിവേപ്പിലയും ഇച്ചിരി മല്ലിയിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ദോശമാവും പൊടികളൊക്കെയാണ്. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ബട്ടർ പാനിൽ എടുക്കുവാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മഷ്റൂം നമ്മൾ സോട്ട് ചെയ്തെടുക്കും. അപ്പോൾ ആദ്യം നമുക്ക് ബട്ടർ മെൽറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ബട്ടർ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മഷ്റൂം ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നല്ലപോലെ സോട്ട് ചെയ്യാം. ഇത് നമ്മൾ നല്ലോണം സോട്ട് ചെയ്യുമ്പോൾ ഇതിലത്തെ വെള്ളമൊക്കെ പോയിട്ട് ഇത് നല്ലോണം ഷ്രിങ്ക് ആവും. ആ ഒരു പരുവത്തിൽ എത്തണ വരെ നമ്മൾ നല്ലോണം സോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ മഷ്റൂമിൽ നിന്നുള്ള ആ എക്സസ് വാട്ടറൊക്കെ പോയിട്ട് നല്ലോണം ഷ്രിങ്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി വേറൊരു പ്ലേറ്റിൽ എടുത്ത് വയ്ക്കാം. ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത പാനിൽ തന്നെ ഇച്ചിരി ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അതൊന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ നമ്മുടെ ബട്ടർ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഈ മെൽറ്റായ ബട്ടറിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് ഇച്ചിരി കറിവേപ്പില, നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കറിവേപ്പില. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് സവാളയാണ്. അരിഞ്ഞു വെച്ച ഫുൾ സവാള നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് ഈ സവാള നല്ലോണം വരട്ടിയെടുക്കാം. ഒരു 1-2 മിനിറ്റ്സിലേക്ക്. അപ്പോൾ നമ്മൾ സവാള ഇവിടെ വരട്ടിയെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് കിസാൻ്റെ തീക്കി ലേക്സൂൺ മിർച്ച് ചട്നി, ചില്ലി ഗാർലിക് ചട്നിയാണ്. അത് നമുക്ക് ഇച്ചിരി ഇട്ട് കൊടുക്കാം. നല്ലോണം നമുക്ക് വരട്ടിയെടുക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി കുറച്ച് സ്ക്വിഷി ആവണ വരെ നമുക്കൊന്ന് വരട്ടിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇച്ചിരി ചിക്കൻ മസാല ഇടുന്നുണ്ട്. നെക്സ്റ്റ് മുളക് പൊടി. ഓൾറെഡി നമ്മൾ ആ ലസൂൺ ചട്നി ഇട്ടു, നമുക്ക് ഇത്രയും കുറച്ചിട്ടാൽ മതി. നെക്സ്റ്റ് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഓൾറെഡി ദോശമാവിൽ കുറച്ച് ഉപ്പുണ്ടാവും, അപ്പോൾ അധികം ഇടണില്ല, അല്ലെങ്കിൽ നല്ല സോൾട്ടി ടേസ്റ്റ് വരും. ലാസ്റ്റ് ഞാൻ ഇച്ചിരി പൊടിക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രീമി ടെക്സ്ചർ വരാൻ വേണ്ടി ഞാൻ ഇച്ചിരി പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഇടുന്നുള്ളൂ, എനിക്ക് ഭയങ്കര സ്വീറ്റ് ആവും. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ബട്ടറിൽ സോട്ട് ചെയ്തെടുത്ത മഷ്റൂംസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാൻ നല്ല നൈസായിട്ട് ചെറുതായിട്ടാണ് അരിഞ്ഞേക്കണേ. ഇനി ഇത് കുറച്ച് നേരം ഇതിൽ ഒന്ന് ഇതിൻ്റെ മസാലയൊക്കെ ഈ മഷ്റൂമിന് പിടിക്കട്ടെ.
കുറച്ച് നേരം സോട്ട് ചെയ്യാം. ഇതിലേക്കുള്ള ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ലാസ്റ്റ് കുറച്ചുകൂടി ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ഒരു ക്രീമിനെസ് വരാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇത്രേ ഉള്ളൂ നമ്മുടെ മഷ്റൂം മസാലയുടെ റെസിപ്പി. ഇനി നമുക്ക് സിമ്പിളാണ്. യൂഷ്വലി ദോശ എടുക്കുന്ന പോലെ എടുത്തിട്ട് നമ്മൾ മസാല ദോശയിലൊക്കെ ഫില്ലിങ് വെക്കുന്ന പോലെ നമ്മുടെ ഈ മഷ്റൂം മസാല വെച്ച് ഫില്ല് ചെയ്യും. അപ്പം അത്രേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ദോശമാവ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് ഇനി ദോശ എടുക്കാം. ഇനി നമുക്ക് ഈ ദോശയിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മഷ്റൂം മസാല ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ മഷ്റൂം മസാല ദോശ ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി വരുന്നുണ്ട്. ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഴിച്ച് നോക്കിയിട്ട് പറയാം ബാക്കി. അപ്പം നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ മഷ്റൂം മസാല ദോശയുടെ ഒപ്പം ഞങ്ങൾ സാമ്പാറാണ് എടുത്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് സാമ്പാറോ ചട്നിയോ എന്തിൻ്റെ ഒപ്പമെന്ന് വെച്ചാൽ കഴിക്കാം. ബട്ട് ഇത് വെറുതെ കഴിക്കാൻ കുറച്ചുകൂടി ടേസ്റ്റാണ്. അപ്പം ഞാൻ ആദ്യം കുറച്ച് വെറുതെ കഴിച്ച് നോക്കാം. വെറുതെ കഴിക്കുന്നതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. സാമ്പാർ കൂട്ടി കഴിക്കണേലും സാധാ കഴിക്കാനാണ് കുറച്ചുകൂടി ടേസ്റ്റ് തോന്നുന്നത്. നെക്സ്റ്റ് സിദ്ധു ട്രൈ ചെയ്തിട്ട് പറയും. എങ്ങനെയുണ്ട്? നല്ലതാണോ? അപ്പോൾ അത്രേ ഉള്ളൂ ഞങ്ങളുടെ സിമ്പിളായിട്ടുള്ള മഷ്റൂം മസാല ദോശയുടെ റെസിപ്പി. ഞങ്ങളിത് യൂട്യൂബിൽ നിന്ന് ഒന്നും എടുത്ത റെസിപ്പിയില്ല. ഞങ്ങൾ തന്നെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് വെച്ചിട്ട് കുറേ വട്ടം ഉണ്ടാക്കി ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങളും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ അറിയിക്കുക. അപ്പോൾ വേറൊരു വീഡിയോ വരുന്നവരെ ബൈ.